പല പാരൻസിനും പല കുട്ടികൾക്കും അവരുടെ സ്കില്ല് കണ്ടെത്താൻ പറ്റാറില്ല എന്നാണ്. അതിന് നമ്മുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ഇന്നിപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സയൻറ്റിഫിക്കലി ഒരുപാട് പിന്നെ പ്രൂവണായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ തന്നെ ഒരു കുട്ടി എങ്ങനെ പിന്നെ ആ കുട്ടിയുടെ ടേസ്റ്റ് എന്താണ്, ആ കുട്ടി ഏത് മേഖലയിൽ വന്നാൽ ശോഭിക്കും, അതിന് എന്ത് കോച്ചിങ് പ്രോഗ്രാം അവരെടുക്കേണ്ടത്, എന്ത് കോഴ്സ് എടുക്കേണ്ടത്, അങ്ങനെ ആയാൽ അവന് ഏത് പ്രൊഫൈലിലേക്ക് വരെ എത്താം, അങ്ങനെ വന്നാൽ അവന് എത്രമാത്രം സൂപ്പറാവും. മനസ്സിലായില്ലേ? നമ്മുടെ പാഷനും നമ്മുടെ ടാലൻറ്റും നമ്മുടെ കഴിവും സെറ്റായി നിൽക്കുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖലയിലാണ് ആ കുട്ടി വരണമെന്നുണ്ടെങ്കിൽ ചെറിയ എഫേർട്ട് വലിയ റിസൾട്ട് ഉണ്ടാകും. ഇപ്പം എക്സിസ്റ്റിംഗ് ഇപ്പോൾ എല്ലാ സ്കൂളിലും ഉണ്ട്. ഇപ്പം ഗ്രേഡ് 10th നോർമലി സ്കൂൾസ് ചെയ്യുന്നുണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ്സ് ഉണ്ട്. ഓരോ എക്സ്പ്രഷൻസിനും ഓരോ ഇമോഷൻസിനും ഒരു വൈബ്രേഷൻ ഉണ്ടെന്നാണ്. ഓരോ ഇമോഷൻസിൻ്റെയും വേരിയേഷൻസിനനുസരിച്ചിട്ടാണ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സിസ്റ്റം ഡ്രിവൺ ആണ്, കമ്പ്യൂട്ടറാണ്. ഇതിൽ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് അല്ല. കുട്ടികൾ പഠിക്കുകയൊന്നും വേണമെന്നില്ല. കുട്ടികൾക്ക് ഒരു പ്രിപ്പറേഷനും വേണ്ട. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. നത്തിങ് ടു ഡു വിത്ത് ദ സബ്ജക്ട്സ്. ഒന്നും ഒരു സിലബസിനെ കുറിച്ചിട്ട് ചോദ്യങ്ങളില്ല. ജസ്റ്റ് ജനറിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളിന് അതിന് യെസ് ഓർ നോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 24 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. ഈ 24 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് കൗൺസിലേഴ്സിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗൺസിലേഴ്സ് അവർക്ക് കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. നീ ഇന്നത് പഠിച്ചാലാണ്, അതെ ഇന്നത് പഠിച്ചാൽ ഇതാണ് ഇയാളുടെ ഇൻബോൺ ടാലൻറ്റ്.